ഹലോ എല്ലാവരും എൻ്റെ ഈ കുട്ടി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം മഴയൊക്കെയാണ്, എല്ലാവരും സേഫായിട്ട് ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ കസിനാട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും പോകുന്നത് നമ്മുടെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ല മഴയുണ്ട്, അതുപോലെ തന്നെ നല്ല പായസക്കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വയനാട്ടിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മുളയരി പായസം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ പാൽപ്പായസമായിരുന്നു കുടിച്ചത്. ഏകദേശം ഒരു ഗ്ലാസ്സിന് 40 രൂപയൊക്കെ വരുന്നുള്ളൂ. പിന്നെ ഒരു 3:30-4 മണി സമയത്ത് നമ്മൾ ചെന്നതുകൊണ്ട് തന്നെ പായസം നല്ല രീതിയിൽ തണുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുട്ടിയൊരു പോകുന്നവരുണ്ടെങ്കിൽ ഈ സ്പോട്ടൊന്നും മറക്കണ്ട കേട്ടോ. അത്യാവശ്യം നല്ല വൈബൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ പോകാൻ നേരം നമ്മൾ കോട്ടൊക്കെ ഇട്ട് നിൽക്കുമ്പോഴാട്ടോ അവിടെ ഒരു ചെറിയൊരു അരുവി പോകുന്നുണ്ട്. നല്ല മഴയുണ്ടായിരുന്നു, നല്ല കോടയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അടിപൊളിയായിരുന്നു. പിന്നെ കുറേയൊക്കെ ചെന്നപ്പോഴത്തേനും മഴയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സ്ഥലമൊന്നും ആരും മിസ്സാക്കണ്ട, നല്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണ്. കുറച്ചങ്ങ് ചെന്നപ്പോഴത്തേനും നമ്മുടെ വണ്ടിയിൽ എണ്ണയൊക്കെ കുറഞ്ഞു തുടങ്ങിയപ്പോഴത്തേനും നമ്മൾ വണ്ടിയിൽ എണ്ണ അടിച്ചു. പിന്നെ അതുമല്ല നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വരാനുണ്ടായിരുന്നു, അവരെയും വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. പിന്നെ ഇവിടുന്ന് കുറച്ചങ്ങ് പോകുമ്പോഴത്തേക്കും നല്ല മഴയായതുകൊണ്ട് നമുക്ക് ചുരത്തിൽ ചെന്നിട്ടാണ് വീഡിയോ എടുക്കാനൊക്കെ പറ്റിയത്. പിന്നെ അതുമല്ല ഏറ്റവും കൂടുതൽ ചുരത്തിൽ വരുന്ന വണ്ടി കർണാടക വണ്ടിയായിരുന്നു, അതുപോലെ തന്നെ തമിഴ്നാട് വണ്ടിയും കേരള രജിസ്ട്രേഷൻ വണ്ടിയും വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ മഴയൊക്കെ ആയതുകൊണ്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ ചെന്നപ്പോൾ തന്നെ നല്ലൊരു അച്ചാറ് ഭരണി ഇരിപ്പുണ്ടായിരുന്നു, അതിലായിരുന്നു ആദ്യം പോയി കൈയിട്ട് വാരിയത്. പിന്നെ അതുമല്ല അവിടെ ഒരു കുക്ക് ഉണ്ടായിരുന്നു, നമ്മൾ ചെന്നപ്പോൾ തന്നെ ചക്കയൊക്കെ വറുത്ത് നല്ല റെഡിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആള് നല്ല ചക്ക വറുക്കലാട്ടോ. ഇപ്പം പറ്റിത്തരാം. ഇതാണ് രാധമ്മ സ്പെഷ്യൽ ചക്ക. വരും. നല്ല മഴയായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പൈസയൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഞങ്ങൾക്ക് അത് ഉണക്കിയൊക്കെ തന്നു. പിന്നെ ഞങ്ങൾ ഒരാളെ കണ്ടു, ഇടയ്ക്ക് കാണും ഇടയ്ക്ക് പോകും, വേറെ ആരുമല്ല നമ്മുടെ സൂര്യനെ തന്നെയാണ്. ഏകദേശം ഇവരുടെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂ അമ്പലത്തിലേക്കുള്ള ദൂരം. നമ്മൾ ചെന്നപ്പോൾ തന്നെ നല്ല വലിയ ബസ്സുകളിലൊക്കെയാണ് ആൾക്കാർ വന്നിറങ്ങുന്നത്, നല്ല തിരക്കുണ്ടായിരുന്നു. ഇത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞ് അമ്പലത്തിലേക്ക് നടക്കുന്നതാണ്. അപ്പോൾ തന്നെ കാണാം നല്ല. ഞാനൊരു വയനാട്ടുകാരിയായിട്ട് ഏകദേശം ഒരു 5-6 വർഷമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം തുടർച്ചയായിട്ടുള്ള 5 വർഷവും എനിക്കിവിടെ വന്ന് ദർശനം നടത്താൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. കാരണം എൻ്റെ കുഞ്ഞിലേക്ക് എൻ്റെ അമ്മയുടെ അമ്മയൊക്കെ കേട്ടറിവ് മാത്രമുള്ള ഒരു അമ്പലമായിരുന്നു ഇത്. അപ്പോൾ അവിടെ പോകാൻ പറ്റുക എന്നൊക്കെ പറയുമ്പോഴത്തേനും അതൊക്കെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. പിന്നെ ഇതാണ് നമ്മൾ വിചാരിച്ച കാര്യം സാധിക്കും എന്നൊക്കെയാണ് പറയുന്നത് ഇത് ഈ കല്ലിങ്ങനെ അടുക്കി വെക്കുമ്പോൾ. പക്ഷേ ചിലർ പറയുന്നത് നടക്കില്ല എന്ന്. പക്ഷേ എൻ്റെ ഒരു വിശ്വാസം കാരണം ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കല്ലൊക്കെ പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുഴയിലൊക്കെ അത്യാവശ്യം നല്ല ഒഴുക്കുണ്ടായിരുന്നു, പിന്നെ നല്ല തിരക്കുമായിരുന്നു. അമ്പലത്തിൻ്റെ ചുറ്റും ഇതുപോലെ വെള്ളം തന്നെയാണ് കേട്ടോ. ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അതുമല്ല അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോൺ അലോഡല്ല. അപ്പോൾ വീഡിയോ എടുക്കുന്നതിൽ എനിക്ക് ചില പരിധികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്പലത്തിൽ തൊഴുതിന് ശേഷം ഇങ്ങനെ വലം വെച്ച് വരുമ്പോഴാണ് ഇങ്ങനൊരു കാഴ്ച കാണുന്നത്. എന്താണെന്ന് എനിക്കറിയില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യും. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു ഈ ചന്ദനം തൊടണതൊക്കെ. അങ്ങനെ നമ്മളും ട്രൈ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചന്ദനമൊക്കെ കിട്ടിയ സംഭവം സത്യം തന്നെയാണ്, ചന്ദനം കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് 2-3 പേര് കൂടി അവിടെ ചന്ദനമൊക്കെ അരയ്ക്കുന്നുണ്ടായിരുന്നു. ഇത് നമ്മൾ കൊട്ടിയൂർ അമ്പലത്തിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. നല്ല രസമാണ്, മലയും മരമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നല്ല ഭംഗിയുണ്ടായിരുന്നു. പുറത്തിറങ്ങിയപ്പോഴത്തേനും നല്ല ഉപ്പിലിട്ട മാങ്ങ, പിന്നെ നെല്ലിക്ക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം അമ്പലത്തിൽ കയറുന്നതിന് മുന്നേ ഒന്നും കഴിക്കാതെ കയറി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അത്രയും തിരക്കിൻ്റെ ഒക്കെ നിന്നപ്പോഴത്തേനും നല്ല വിശന്നിട്ടാണ് ഇറങ്ങി. എന്നെപ്പോലെ തന്നെ എൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് സാധാരണ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ കിട്ടുന്ന ബജ്ജി, കോളിഫ്ലവർ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഫുഡുകളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഞാൻ പാനിപ്പൂരി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊന്നും. നല്ല മഴയുണ്ടായിരുന്നു, അപ്പോൾ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. വീഡിയോ എടുക്കലെന്ന് പറഞ്ഞു അവർ വീഡിയോ എടുത്തു. സാരമില്ല പോട്ടെ, നമ്മുടെ പിള്ളേരല്ലേ. പിന്നെ നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, കഴിക്കാം അത്രമാത്രം. പിന്നെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മളെ ചോളക്കടയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല, മഴയായത്. കൊട്ടിയൂരപ്പൻ്റെ പ്രസാദമായ ഓടപ്പം മേടിക്കാൻ ആരും മറക്കണ്ട കേട്ടോ. ഇത് വീട്ടിൽ തൂക്കിയ ഭയങ്കര ഐശ്വര്യം എന്നാണ് പറയുന്നത്. പിന്നെ ക്ഷേത്രത്തിൻ്റെ ചരിത്രം ദക്ഷയാഗമായി ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ ദക്ഷൻ്റെ താടിയായിട്ടാണ് സങ്കല്പിക്കുന്നതെന്നാണ്. അപ്പോൾ എല്ലാവരോടും ഹായ് ബൈ പറഞ്ഞിട്ട് അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.